പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ. പറയിപെറ്റ പന്തിരുകുലം. പെട്ടെന്നത് സംഭവിച്ചു. പണിയാളന്റെ കയ്യിൽ നിന്നും കൊടുങ്കത്തി അപ്രത്യക്ഷമായി. ജന്മിത്തമ്പുരാൻ കിടുകിട വിറച്ചു. കാര്യസ്ഥന്മാർ കിടുകിട വിറച്ചു. പാണനാർ കിടാത്തന്റെ കെട്ടഴിച്ചു. ഒരു സ്വപ്നം കാണുന്ന മട്ടിൽ അവനെല്ലാവരുടെയും മുഖത്തേക്ക് പകച്ചു നോക്കി. മാല കട്ടെടുത്തത് ആരാണെന്ന് കണ്ടുപിടിക്കണോ തമ്പ്ര? പാണനാർ ചോദിച്ചു. ആട്ടെ, പേരെന്താ? തമ്പുരാന്റെ സ്വരത്തിൽ ഇത്തവണ ബഹുമാനം സ്ഫുരിച്ചിരുന്നു. പാണനാര്. മാല വേണോ തമ്പുരാന്? വേണം. എന്താ ഇത്ര സംശയം? എന്റെ അമ്മ കഴുത്തിലിട്ടിരുന്ന മാലയാണ്. എന്റെ കുഞ്ഞുമോൾക്ക് അമ്മ സമ്മാനമായി കൊടുത്തതാണ്. പാണനാർ തന്റെ മുന്നിൽ നിൽക്കുന്നവരുടെ മുഖത്തേക്ക് നോക്കി. 1 മുതൽ 10 വരെ ഞാൻ എണ്ണും. അതിനകം മാല എന്റെ കയ്യിൽ തന്നിട്ടില്ലെങ്കിൽ കട്ടവൻ ചോര തുപ്പി മരിക്കും. പാണനാർ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. അതാ കാര്യസ്ഥൻ ഗോവിന്ദൻ നെഞ്ചത്തടിക്കുന്നു, നിലവിളിക്കുന്നു. മുറ്റത്തെ തെങ്ങിന്റെ ചുവട്ടിലേക്ക് മണ്ടുന്നു. ഒരു കല്ലെടുത്ത് നീക്കുന്നു. ആഭരണം പുറത്തെടുക്കുന്നു. തിരിച്ചോടി വരുന്നു. മാല പാണനാരുടെ കയ്യിൽ സമർപ്പിക്കുന്നു. പാണനാർ മാലയിലേക്ക് നോക്കിയതുപോലുമില്ല. അയാൾ ചോദിച്ചു. ഈ മാല തമ്പുരാന് വേണം അല്ലേ? വേണം. എന്താത്ര സംശയം? തരാം. ഒരു വ്യവസ്ഥയിൽ തരാം. വ്യവസ്ഥയോ? എന്റെ മാല എനിക്ക് തിരിച്ചു തരുന്നതിന് വ്യവസ്ഥയോ? അതെ. ഇവിടുന്നൊരു ചെറിയ സത്യം ചെയ്യണം. പണിയാളരെ ഇനി ഉപദ്രവിക്കില്ല എന്ന സത്യം. പാണനാർ പറഞ്ഞു. അവർ തെറ്റ് ചെയ്താലും ശിക്ഷിക്കാൻ പാടില്ലേ? അവർ തെറ്റ് ചെയ്യില്ല. അവരെക്കൊണ്ട് നിങ്ങൾ തെറ്റ് ചെയ്യിക്കരുത്. പറയനും പുലയനും പാണനും പാവങ്ങളാണ്. അവരും മനുഷ്യരാണ്. തമ്പുരാൻ ഇത് അംഗീകരിക്കണം. തമ്പുരാൻ പാണനാരെ സൂക്ഷിച്ചു നോക്കി. സത്യം ചെയ്തു. പാണനാർ മാല തമ്പുരാന്റെ കൈകളിൽ വെച്ചു. ഞാൻ പോണു. പാണനാർ മുന്നോട്ട് കാൽവച്ചു. ഒരു ഇളനീർ കഴിച്ചിട്ട് പോകൂ പാണനാരെ. അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പാല് കുടിക്കൂ. വേണ്ട, ഇപ്പൊ ഒന്നും വേണ്ട. തിരിഞ്ഞു നിന്നുകൊണ്ട് പാണനാർ ചോദിച്ചു. കുറ്റം ചെയ്ത കാര്യസ്ഥന്റെ കൈവെട്ടുന്നുണ്ടോ തമ്പുരാനെ? തമ്പുരാൻ പാണനാരുടെ മുഖത്തേക്ക് തുറച്ചു നോക്കി. പാണനാർ നടന്നു. അരയിൽ തൂങ്ങിക്കിടന്നിരുന്ന ഉടുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചു. കാരയ്ക്കലമ്മ മുറിയിലിരുന്ന് വീണ വായിക്കുകയായിരുന്നു. ഭൃത്യ വന്നറിയിച്ചു. ഒരാൾ തമ്പുരാട്ടിയെ കാണാൻ വന്നിട്ടുണ്ട്. ആരാണെന്ന് ചോദിച്ചില്ലേ? വടുതല നായരാണെന്ന് പറഞ്ഞു. വേഗം കൂട്ടിക്കൊണ്ടുവരൂ. ഞാൻ പറഞ്ഞിരുന്നില്ലേ ഇന്നിവിടെ കുറച്ച് ആളുകൾ വരുമെന്ന്? വേലക്കാരി ധൃതിയിൽ പുറത്തുപോയി. വടുതല നായർ മുറിയിലേക്ക് കടന്നു വന്നു. കരയ്ക്കലമ്മ എഴുന്നേറ്റു. വീണ ഒരു മൂലയിൽ ചാരിവെച്ചു. ഇരിക്കൂ ഏട്ടാ. നായർ ഇരുന്നു. കുടിക്കാൻ എന്താ കൊണ്ടുവരേണ്ടത്? പാലോ ഇളനീരോ? ഇളനീര് മതി. വല്ലാത്ത ചൂട്. വടുതല നായർ ഇളനീര് കഴിച്ചു. ഏട്ടന് കച്ചവടമാണല്ലേ? എങ്ങനെയുണ്ട്? നന്നായി നടക്കുന്നുണ്ട്. കുറച്ച് കൃഷിയുണ്ട്. ഏട്ടന്റെ കഥ അറിയാൻ ആഗ്രഹമുണ്ട്, കാരയ്ക്കലമ്മ പറഞ്ഞു. പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ. പറയിപെറ്റ പന്തിരുകുലം. വായിച്ചത് പ്രീതി.